പാവടാ പെൺകൊച്ച്. സ്വന്തം അച്ഛനെ അവൾക്ക് നഷ്ടമായി. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ മോനെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 ദിവസത്തിനുള്ളിൽ നിശ്ചയം നടത്തും. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പുറത്തൊന്നും ചുറ്റിക്കറങ്ങി നടക്കാതെ നീ വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്ക്, കേട്ടോ? ശരി അച്ഛാ. ഇനി എന്താ, കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നോക്കാം. ചേട്ടാ, ശരി ചേട്ടാ. മുഹൂർത്ത സമയമായി, പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. എടാ, ഏതാടാ ഈ പെൺകുട്ടി? എന്തോടാ പറയുന്നേ? അത് നിന്റെ സരസ്വതിയാടാ. എന്തോന്ന് സരസ്വതിയോ? ഈ പെണ്ണിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് തന്നെ. എന്തായി പറയുന്ന? നീ ആരാടി? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അച്ഛാ, ഇവൾ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ മോഹിച്ച പെണ്ണ് ഇവളല്ലച്ചാ. എടാ, നീ എന്തായി പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അച്ഛനും ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എങ്ങനെയാച്ചാ? എടാ വേണു, ഇവൻ എന്തൊക്കെയായി പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് ഞാൻ വരെ കണ്ടിട്ടുണ്ടോ? അതെ അമ്മാവാ, വേണു പറഞ്ഞത് ശരിയാ. ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞങ്ങളുടെ മുതലാളിയുടെ മോൾക്കേ നിന്നെയൊക്കെ ഇഷ്ടപ്പെട്ട തന്നെ വലിയ കാര്യമാ. അപ്പൊ നീ എന്താടാ മുതലാളിയുടെ മോളെ നാട്ടുകാരുടെ മുമ്പ് വെച്ച് നാണം കെടുത്ത പന്ന പുന്നാര മോനെ? അടങ്ങി നിക്കടാ, വാ തുറന്ന വെട്ടിയരിഞ്ഞ മണ്ണി താഴ്ത്തും. ചേട്ടാ, ഒന്ന് സമാധാനപ്പെടാ. മോളെ മോളെ ഓർത്തിട്ട് മാത്രമാ, ഇല്ലെങ്കി എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം. ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അയ്യോ അയ്യോ, ഞാനിനി എന്ത് ചെയ്യും? എവിടെ പോവും? മോളെ കരയല്ലേ മോളെ, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. എന്താടാ നാടകം കളിക്കുന്നോടാ? ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. താലി കെട്ടടാ. ഒന്ന് പറയാനുണ്ട്. ഇവള് പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവളോട് ഈ നാട് കേൾക്കുന്ന ഈ ദേവിയെ സത്യം ചെയ്യാൻ പറ. എങ്കിൽ ഞാൻ ഈ നിമിഷം താലി കെട്ടാം. എന്തിനാ മോളെ ആലോചിക്കുന്നേ? ശാന്തികാരാ, തട്ടെടുത്തോണ്ട് വാ. ഇനിയും നിങ്ങളുടെ ദേഷ്യം മാറിയില്ലല്ലേ? സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. ഈ സാരി കൊള്ളാമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറമല്ലേ? ഷോ, ഞാനതങ്ങ് മറന്നു. അകത്ത് കയറിയതും നിങ്ങളുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പറഞ്ഞു. എന്നെ അനുഗ്രഹിക്കൂ. നീ ആരോട് ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നേ? എന്താ ഒറ്റയ്ക്കോ? ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ സംസാരിച്ചിരുന്ന? നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? ഞാനെല്ലാം കണ്ടോണ്ട് തന്നെ അടിയിരിക്കുന്നേ. ഒരുമാതിരി ഭ്രാന്തം പിടിച്ച പോലെ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കല്ലേ? അതെ, ഭ്രാന്താണ്.
നിങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കല്ലേ? ഞാൻ ഭ്രാന്തിയ. എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടം. നിന്റെ അഭിനയം എന്റെ അടുത്ത് വേണ്ട. നാട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു മോശക്കാരനാക്കിയിട്ട് നീ എന്നെ കല്യാണം കഴിച്ചില്ലേ? അതേ നാട്ടുകാരുടെ മുമ്പിൽ നിനക്ക് ഭ്രാന്താണെന്ന് ഞാനും ഇപ്പൊ തെളിയിക്കാൻ പോവാ. അയ്യോ അയ്യോ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിനക്ക് വേണ്ടിയാ ഞാൻ എന്റെ അച്ഛനെ തന്നെ കൊന്നത്. ചത്തുപോ. ഓരോ നിമിഷവും ഞാൻ നിന്നെ മനസ്സിൽ കൊണ്ടാ ജീവിച്ചത്. നീ സ്നേഹിച്ചിരുന്നില്ലേ ആ ഭാനു? അവളുടെ സ്ഥാനത്തിരുന്നത് ഞാനാണെന്ന് ഈ നാട്ടുകാരെ ഞാൻ വിശ്വസിപ്പിച്ചു. നീ എനിക്ക് കത്തെഴുതുന്നത് പോലെ ഞാൻ തന്നെ എനിക്ക് കത്തെഴുതി അയച്ച് നമ്മൾ രണ്ടുപേരും സ്നേഹിക്കുന്നെന്ന് ഈ നാട്ടുകാർ മൊത്തം ഞാൻ വിശ്വസിപ്പിച്ചു. നിന്നെ സ്വന്തമാക്കാനുള്ള അവസരവും സന്ദർഭവും ഞാൻ തന്നെ മെനഞ്ഞുണ്ടാക്കുമായിരുന്നു. അല്ല സരസ്വതിയോ, എന്തിയോ ഇവിടെ? ആ ഭാനുവിനെ കുടുംബത്തോട് നശിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നാ അവള് മാത്രം രക്ഷപ്പെട്ടു. ഇതൊക്കെ നിന്നെ സ്വന്തമാക്കാനാണ് ഞാൻ ചെയ്ത. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഇത്ര ക്രൂരയാണല്ലേ നീ? നിന്റെ തനി സ്വഭാവം ഈ നാട്ടുകാരെ ഞാൻ അറിയിക്കാൻ പോടി. അതെ, എല്ലാരും കൂടെ വന്നേ. വക്കാലത്ത് പറയാൻ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. നിങ്ങളൊക്കെ എന്നോട് എന്ത് തോന്നിയാ കാണിച്ചേ? അവളെ തലയ്ക്ക് വട്ട അറിയോ? ഒരു ഭ്രാന്തിയെ എന്റെ തലയിൽ നിങ്ങൾ കെട്ടിവെച്ചേ. ആവശ്യമില്ലാതെ ഞങ്ങളെ കൊച്ചമ്മേനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന ആദ്യം നിങ്ങളൊന്ന് കേക്ക്. അയ്യോ, എന്താ ഇത്? എന്നെ നിങ്ങൾ അവസാനം വരെ അംഗീകരിക്കില്ലെന്നാണോ? ഇവള് അഭിനയിക്കാൻ നിങ്ങൾ വിശ്വസിക്കരുത്. എന്നെ മാത്രമല്ല, നിങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചിരിക്കുക ഇവള്. ഇവക്ക് ഭ്രാന്താണ്. സ്വന്തം അച്ഛനെ ഇവള് കൊന്നു. കൊലപാതക. എന്നെ കൊലപാതകെന്ന് പറയുന്നു, ഭ്രാന്തി എന്ന് പറയുന്നു. എന്താ ഇങ്ങനെയൊക്കെ? ഞങ്ങളുടെ കൊച്ചിന്റെ ദേഹത്ത് കൈവച്ചതും പോരാഞ്ഞ് ഇപ്പൊ കുറ്റം കൂടി പറയുന്നു. അല്ല, ഞാൻ പറയുന്നത് എല്ലാരും മാറി നിൽക്കാനാ പറഞ്ഞേ. മാറ്. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല അല്ലേ? അല്ലേ? ഞാനിവിടെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. നിനക്ക് വേറെ വഴിയില്ല. എന്റെ കൂടെ ജീവിച്ചേ പറ്റൂ. നീ ആരടി എന്റെ ജീവനെ വില കൽപ്പിക്കാൻ വേണ്ടി?